അപ്പോൾ ഈ പുള്ളിക്കാരനാണ് നമ്മളെ വെട്ടിച്ച് പോകുന്ന രീതിയിൽ സ്പീഡിൽ നമ്മുടെ ഇടയ്ക്കൽ വന്നു. ഞങ്ങളുടെ അടുത്ത് വരെ പയ്യ വന്ന് ഇങ്ങനെ സിക്സ് ആയി മാറില്ല, പിന്നെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ വിരൽ കാണിച്ചുകൊണ്ട് പോയതാണ്. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഏത് തരത്തിലായാലും അത്തരത്തിൽ അവമാനിക്കാൻ പാടുള്ളതല്ല. ഇവിടെ സംഭവിച്ചത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ ചെക്കിങ്ങിലാണ്. ഇതുപോലെ അടൂര് കായംകുളം റൂട്ടിൽ 10-ാം മൈലിൽ വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം കുറേ വാഹനങ്ങൾ ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ദൂരെ നിന്ന് ഒരു പയ്യൻ ഒരു പെങ്കൊച്ചിനെ പുറകെ ഇരുത്തി കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് കൈ കാണിക്കും. അങ്ങനെ കൈ കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൈ കാണിച്ച് നമ്മൾ ചിലപ്പം ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ റെഡിയാക്കി പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരനാണ് നമ്മളെ വെട്ടിച്ച് പോകുന്ന രീതിയിൽ സ്പീഡിൽ നമ്മുടെ ഇടയ്ക്കൽ വന്ന് അങ്ങ് പാസ്സായിപ്പോയി. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ MPമാരായ ഷമീർ സാറ്, പിന്നെ AMമാരായ അരുൺ സുലൈമാൻ, ബിനീഷ്, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുത്ത് ഈ വരക്കം കണ്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വരെ പയ്യ വന്ന് ഇങ്ങനെ സിക്സ് ആയി മാറില്ല, പിന്നെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ വിരൽ കാണിച്ചുകൊണ്ട് പോയതാണ്. ഇതിപ്പോൾ നമ്മൾ ഇത്തരത്തിൽ വാർത്ത തരാൻ ഉദ്ദേശിക്കുന്നതിനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങൾ പല മാർഗ്ഗങ്ങളും കുറേ CCTV ഒക്കെ ചെക്ക് ചെയ്ത്, പക്ഷേ ഇദ്ദേഹം ഫുൾ ഫേസ്ഡ് ഹെൽമെറ്റ് വെച്ചിരുന്നു. അതുകൊണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല. ബാക്കിലിരിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്ന ആൾക്കാർ അടൂർ ഏരിയയിൽ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ. ഇത് ഒന്ന് ഞങ്ങൾ MPയെ അറിയിക്കുക, അല്ലെങ്കിൽ പത്തനംതിട്ട എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലായാലും ഞങ്ങൾക്ക് ഈ വാഹനത്തിനെ പറ്റി ഇൻഫർമേഷൻ ഉണ്ട്. കാരണം അതിൻ്റെ പർപ്പസ്ഫുള്ളി അതിൻ്റെ രജിസ്ട്രേഷൻ മാർക്ക് മറച്ചു വെക്കുകയും മുമ്പിലത്തത് ഒടിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട്. മുമ്പിൽ രജിസ്ട്രേഷൻ മാർക്ക് ഇല്ല, നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിലില്ല, ബാക്കിലുള്ളത് പേപ്പറോ തുണിയോ എന്തോ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നിൽ ഇത് എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനുള്ള പർപ്പസ്ഫുള്ളായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പ്രജു വള്ളി എന്നുള്ള ഫേസ്ബുക്കിൽ ഇതൊരു പോസ്റ്റായിട്ട് എടുത്ത്. ഈ പോസ്റ്റ് കണ്ടിട്ട് നിരവധി പേര് ഇത് വാർത്തയാക്കിയിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം തന്നെ. അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. അത് മിഡിൽ ഫിംഗർ കാണിക്കാനായിരുന്നു ചെയ്ത്. അത് ശരിയല്ല. ഒരു ഉദ്യോഗസ്ഥനായാലും ഒരു സമൂഹത്തിലൊരാളെ അത്തരത്തിൽ കാണിക്കുന്നത് അതൊരു ശരിയുള്ള കാര്യമല്ല. അത് നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു മെസ്സേജ് കൂടിയാണ് നമ്മൾ ഇത്തരത്തിൽ അത് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പെൺകുട്ടി ഉണ്ടായിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള കേസുകൾ ആ വാഹനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കും. അപ്പോൾ അത് വണ്ടി ഞങ്ങൾ സെർച്ചിങ്ങിലാണ്. ഈ വാർത്തകൾ ആ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം കൂടെ ആകുമെന്നുള്ള രീതിയിലാണ്. ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചുകൊണ്ട് ഇതൊരു പലതരത്തിലുള്ള ക്രൈമിനുള്ളൊരു പ്രേരണയാവും. കാരണം ഇത് പിടിക്കപ്പെട്ടില്ലെങ്കിൽ നാളെ ഇത് മറ്റുള്ളവർക്ക് ആവർത്തിക്കാനുള്ള ഒരു പ്രേരണയാവും. യെസ്. ഇപ്പോൾ ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇങ്ങനെ മറച്ചു വെക്കുന്ന അറിയാവുന്ന ആൾക്കാരുണ്ടാവും, ഇത് സ്ഥിരം നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്ക് ശ്രദ്ധയപ്പെട്ട രഹസ്യമായിട്ട് ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ആ സോഴ്സ് വെളിപ്പെടുത്താൻ തന്നെ നടപടി എടുക്കുന്നതായിരിക്കും.